വോട്ടിംഗ് ദിവസം രാവിലെ വരെ UDF, പിന്നെ ഇടതു മുന്നേറ്റം. അമേരിക്കയിലെ ബെറ്റിംഗിൽ കോടികളുടെ പന്തയക്കളി, വൻ ടിസ്റ്റുകൾ. കേരളത്തിലെ ചായക്കടകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് ചർച്ചകൾ ഇപ്പോൾ കടൽ കടന്ന അമേരിക്കയിലെ പ്രവചന വിപണികളിലും സജീവമായി. ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പോളി മാർക്കറ്റ് എന്ന ബെറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ കേരള തിരഞ്ഞെടുപ്പ് ഫലത്തെ ചൊല്ലി കോടിക്കണക്കിന് രൂപയുടെ പന്തയമാണ് നടക്കുന്നത്. കേരളം അടിസ്ഥാനമാക്കിയുള്ള ടെക്നോളജിയും കേരള എന്ന സൈറ്റിലാണ് ഈ വിവരങ്ങൾ വന്നിട്ടുള്ളത്. വോട്ടെടുപ്പ് ദിവസം വരെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് വ്യക്തമായ മുൻതൂക്കം നൽകിയിരുന്ന ഈ വിപണിയിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് പുരോഗമിക്കവേ നാടകീയമായ മാറ്റങ്ങൾ ഉണ്ടായി. രാവിലെ വരെ വിജയസാധ്യതയിൽ മുന്നിലായിരുന്ന UDFന്റെ ഗ്രാഫ് പെട്ടെന്ന് താഴേക്ക് പതിക്കുകയും LDFന്റെ സാധ്യത 80% കുതിച്ചുയരുകയും ചെയ്തു. വോട്ടെടുപ്പ് പുരോഗമിക്കവേ ഉണ്ടായ ഈ ട്വിസ്റ്റ് രാഷ്ട്രീയ നിരീക്ഷകരെയും ടെക് വിദഗ്ധരെയും ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ക്രിപ്റ്റോ കറൻസിയിലൂടെ കോടീശ്വരനായ ഷെയ്ൻ കോപ്ലാൻ സ്ഥാപിച്ച പോളി മാർക്കറ്റ് ലോകത്തെ പ്രധാന സംഭവങ്ങളിൽ പണം വെച്ച് പ്രവചനം നടത്താൻ സൗകര്യമൊരുക്കുന്ന പ്ലാറ്റ്ഫോമാണ്. ഡൊണാൾഡ് ട്രംപ് ജൂനിയർ, പീറ്റർ തീൽ തുടങ്ങിയ പ്രമുഖർക്ക് നിക്ഷേപമുള്ള ഈ പ്ലാറ്റ്ഫോം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും ട്രംപിന്റെ വിജയം കൃത്യമായി പ്രവചിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ബെറ്റിംഗ് സൈറ്റുകൾ നിയമപരമായ തടസ്സങ്ങളും കൃത്രിമ ആരോപണങ്ങളും നേരിടുന്നുണ്ട്. കേരളത്തിലെ വോട്ടർമാരെയോ പൊതുജനങ്ങളെയോ ഈ പ്രവചനങ്ങൾ കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും പ്രവാസി മലയാളി സമൂഹത്തിനിടയിൽ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഗ്രൗണ്ട് ലെവലിലുള്ള യഥാർത്ഥ വികാരം കൊണ്ടാണോ അതോ വിദേശത്തുള്ള നിക്ഷേപകരുടെ വെറും ഊഹാപോഹങ്ങൾ കൊണ്ടാണോ ഈ മാറ്റം സംഭവിച്ചതെന്ന ചോദ്യം ബാക്കിയാണ്. മെയ് 4 ഔദ്യോഗിക ഫലം പുറത്തുവരുമ്പോൾ മാത്രമേ മാൻഹാട്ടനിലെ ഈ പന്തയക്കളി ശരിയാണോ എന്ന് വ്യക്തമാകൂ.